ഭാരതാംബയുടെ ചിത്രത്തെ വീണ്ടും അവഹേളിച്ച് പിണറായി സർക്കാർ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് സംഭവം. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും പോലീസും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് പരിപാടി. വിശദാംശങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, വീണ്ടും ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. എന്താണ് സംഭവിച്ചത്? സുരേഷ്, കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സെനറ്റ് ഹാളിലാണ് ഇന്നൊരു പുസ്തക പ്രകാശനം, അടിയന്തരാവസ്ഥയുടെ വാർഷികമായിട്ടുള്ള ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി. ഇതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ പത്മനാഭ സേവാ സമിതി ഒരു പുസ്തകം പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിലാണ് ആ പരിപാടി നിശ്ചയിക്കുകയും ചെയ്തത്. വൈകിട്ട് 5:30 ഈ പരിപാടി ഔദ്യോഗികമായി നടക്കാൻ പോകുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്ന അടിയന്തരാവസ്ഥയുടെ പേരിലുള്ള പുസ്തകമാണ്. ആ കാലം ഒപ്പം തന്നെ ചരിത്രമടക്കം പറയുന്ന പുസ്തകമാണത്. പ്രകാശനം ചെയ്യാൻ എത്തുന്നത് സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. ഈ പരിപാടിയിൽ അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. പരിപാടിക്ക് ഗവർണർ എത്താൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലെ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. SFIയുടെ പ്രവർത്തകരടക്കമുള്ളവർ ഇവിടെ ഒരു ഭാഗത്ത് കൂടിയിട്ടുണ്ട്. പോലീസിന്റെ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, സെനറ്റ് യോഗത്തിന് പങ്കെടുക്കാൻ കേരള സർവകലാശാലയിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ എത്തിയപ്പോൾ SFI നേരിച്ച നിലപാടും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും വൈകാരികമായ പ്രകടനങ്ങളിലേക്കും ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധത്തിലും ഒക്കെ അന്ന് കാര്യങ്ങൾ പോയതാണ്. ഇത് പിന്നാലെയാണ് ഇപ്പോൾ ഒരാഴ്ച പോലും ആകുന്നതിന് മുമ്പ് ചാൻസലർ കൂടിയായ ഗവർണർ വീണ്ടും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതും അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനാണ്. ഈ വേദിയിലാണ് ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിൽ പുഷ്പം അർപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ പൂവിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ പരിപാടി തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അനുവദിക്കില്ല എന്നുള്ളതാണ് SFI ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഒപ്പം തന്നെ രജിസ്ട്രാർ അടക്കമുള്ളവരും ഈ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടി ഔദ്യോഗികമായി നടത്തുമ്പോൾ അത് സർക്കാർ പരിപാടിയല്ല. അപ്പോൾ സ്വാഭാവികമായും സർവകലാശാല ആസ്ഥാനത്ത് ഇത്തരത്തിലൊരു പരിപാടി നടത്തുമ്പോൾ അത് ഭാരതാംബയുടെ ചിത്രം വെച്ചൊരു പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് രജിസ്ട്രാറും SFI പ്രതിനിധികളും ഇപ്പോൾ അറിയിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാജ്ഭവൻ അത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അത് സർവകലാശാലയ്ക്ക് പുറത്ത് മറ്റൊരു വേദിയിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടത്താം. ഭാരതാംബയെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സർവകലാശാല ആസ്ഥാനത്ത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പരിപാടിയാണ്. ഒരു പൊതു പരിപാടി തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഭാരതാംബയുടെ ചിത്രം വെച്ചിരിക്കുന്നത്. ഇത് മാറ്റണമെന്ന യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും പോലീസും ആവശ്യപ്പെടുകയാണ്. SFIയുടെ നിലപാടുകൾക്ക് രജിസ്ട്രാറും പോലീസും ഒത്താശ ചെയ്യുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഈ പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും ഈ ചിത്രം നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ രജിസ്ട്രാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സർക്കാർ ഏത് തരത്തിലുള്ള നിലപാടാണോ ഭാരതാംബ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്, സമാനമായ നടപടി അല്ലെങ്കിൽ സമാനമായ പ്രതികരണം തന്നെയാണ് സർവകലാശാല ആസ്ഥാനത്തും ഇപ്പോൾ സർവകലാശാലയുടെ രജിസ്ട്രാർ കൂടി സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിവാദം ആളിക്കത്തുകയാണ്, വിമർശനങ്ങൾ ഉയരുകയാണ്. ഒരു ഭാഗത്ത് SFIയുടെ പ്രവർത്തകരുണ്ട്, മറ്റൊരു ഭാഗത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ BJPയുടെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ, ഒപ്പം സംഘത്തിന്റെ പ്രവർത്തകരടക്കമുള്ളവർ ഒരു ഭാഗത്തുണ്ട്. പലരും വേദിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ വേദിയിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിലേക്ക് SFI തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗവർണറെ തടയുമോ അതോ മറ്റേ നടപടികൾ ഇവർ സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചിത്രം മാറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സംഘാടകരുള്ളത്. പത്മനാഭ സേവാ സമിതി അടക്കമുള്ളവർ ആ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. തങ്ങൾ പരിപാടി നടത്തുകയാണ്, മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ്. അതിൽ ഈ ചിത്രം മാറ്റിക്കൊണ്ടുള്ളൊരു നിലപാട് തങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംഘാടകരും എത്തിയിട്ടുണ്ട്. എന്തായാലും സംഘർഷഭരിതമാകുന്നൊരു അന്തരീക്ഷത്തിലേക്ക് സർവകലാശാല ആസ്ഥാനം ഈ വൈകിയ വേളയിൽ വൈകുന്നേരത്തിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘാടകർ. അതേസമയം തന്നെ ഈ ചിത്രം മാറ്റണമെന്നുള്ള ഒരു ആവശ്യമാണ് SFI മുന്നോട്ട് വെക്കുന്നത്. ആ SFIയുടെ ആവശ്യത്തിന് എല്ലാവിധത്തിലുമുള്ള സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് സംവിധാനം ഇപ്പോൾ ചെയ്യുന്നത്. വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. ഒരു വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പോലീസിന്റെ വലിയൊരു വ്യൂഹം അല്ലെങ്കിൽ വലിയൊരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ SFI സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിക്ക് തന്നെയാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വലയം ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിന് ഒക്കെ വഴിവെക്കാനുള്ള സാധ്യത ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് സുരേഷ്.
ഒപ്പം ശാലിനി, എത്ര മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്? കൂടുതൽ SFI പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ അത്തരം ഒരു ലക്ഷ്യം തന്നെയാണ് അവരുടെ മുന്നിലുള്ളത്, അല്ലേ? സുരേഷ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ പരിപാടി നടക്കുന്ന ഹാളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ പരിപാടി ആരംഭിക്കും. ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ആ പരിപാടിയിലേക്ക് ഗവർണർ എത്തുമ്പോൾ ഒന്നുകിൽ ഗവർണറെ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ ഗവർണറെ തടയുക എന്നുള്ളതാണ് SFI സ്വീകരിക്കുന്ന നിലപാട്. മറ്റൊന്ന്, ഈ പരിപാടി മറ്റെവിടെയെങ്കിലും നടത്താനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടിലേക്ക് SFI കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹാളും ഒപ്പം പരിസരവും ഉള്ളത്. സുരേഷ്, ഭാരതാംബയുടെ ചിത്രത്തെ വീണ്ടും അവഹേളിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള അവഹേളനമുണ്ടായിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം മാറ്റണമെന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും പോലീസും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലാണ് പരിപാടി. അല്പസമയത്തിനകം തന്നെ ഗവർണർ അവിടത്തേക്ക് എത്തിച്ചേരും. ഗവർണറെ തടയുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്, പ്രകോപനപരമായ ഇടപെടൽ തന്നെയാണ് SFI ലക്ഷ്യം വയ്ക്കുന്നത്. SFIയുടെ നിലപാടുകൾക്ക് സംരക്ഷണമൊരുക്കുകയാണ് പോലീസും രജിസ്ട്രാറും ചെയ്യുന്നത്. ആ ഒരു നിലപാടിലാണ് വലിയ പ്രതിഷേധം ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ അടക്കം ഭാഗത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അവഹേളനം, ഭാരതാംബയെ അവഹേളിക്കുന്ന സമീപനം തന്നെയാണ് പിണറായി സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇതിനകം തന്നെ ഉടലെടുത്തു കഴിഞ്ഞത്. എന്നാൽ പോലീസ് SFIയുടെ നിലപാടുകൾക്ക് സംരക്ഷണമൊരുക്കുന്നു. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ SFIക്ക് സംരക്ഷണമൊരുക്കുന്നു, SFIക്ക് ഒത്താശ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.